ഈശംസിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച സുവിശേഷം 5-ാം അധ്യായം അതിലെ 19 മുതൽ 29 വരെയുള്ള തിരുവചന ഭാഗമാണ് നാം ഇന്ന് ധ്യാനിക്കുന്നത്. പിതാവും പുത്രനും തമ്മിലുള്ള അഭേദ്യമായ ബന്ധം, അത് വിശ്വാസികളുടെ ഇടയിൽ എത്രമാത്രം സ്വാധീനം ചെലുത്തുന്നുവെന്നും എത്രമാത്രം പ്രാധാന്യം അതിന് കൽപ്പിക്കേണ്ടതുണ്ട് എന്നും ഈശോ അടിവരയിട്ട് നമ്മളെ ഇന്ന് ഓർമ്മിപ്പിക്കുകയാണ്. പിതാവ് ചെയ്യുന്നതെല്ലാം പുത്രനും ചെയ്യും. പുത്രൻ ചെയ്യുന്ന എല്ലാ പ്രവൃത്തികൾക്കും പിതാവിൻ്റെ കയ്യൊപ്പുണ്ട്. പിതാവും പുത്രനും തമ്മിലുള്ള അഭേദ്യമായ ആത്മബന്ധം യേശു തൻ്റെ വാക്കുകളിലൂടെ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. ഈ ലോകത്തിൽ ജീവിച്ചിരിക്കുന്ന നമ്മളെല്ലാവരും ഈ പിതാപുത്ര പരിശുദ്ധാത്മ ബന്ധത്തെ, ത്രിത്വൈക ദൈവത്തിൻ്റെ ആത്മീയ കൂട്ടായ്മയെ ഏറ്റവും ഹൃദയപൂർവ്വം ചേർത്ത് പിടിക്കേണ്ട ഒരു വികാരമാണ്, ഒരു പുണ്യമാണ്. പുത്രനിൽ വിശ്വാസമുണ്ട്, പിതാവിൽ വിശ്വാസമില്ല എന്ന് പറയാനാകില്ല. പുത്രനെ സ്നേഹിക്കുന്നു, പിതാവിനോട് വലിയ ബന്ധമൊന്നുമില്ല എന്ന് പറയാനാകില്ല. പിതാവിനെ സ്നേഹിക്കുന്നവൻ പുത്രനെ സ്നേഹിക്കുന്നു, പുത്രനെ സ്നേഹിക്കുന്നവൻ പിതാവിനെ സ്നേഹിക്കുന്നു. മരണ വിനാഴികയെക്കുറിച്ചുള്ളൊരു സൂചന കൂടെ ഈശോ നൽകുന്നുണ്ട്. അവിടുന്ന് അന്ത്യവിധിയാളനായിട്ട് കടന്നു വരുന്ന നിമിഷത്തിൽ പുത്രനോട് ചേർന്ന് നിൽക്കുന്നവരാണ് രക്ഷ പ്രാപിക്കുക. പുത്രനും തദ്വാര പിതാവുമായിട്ടുള്ള ബന്ധം ഈ ലോക ജീവിതത്തിൻ്റെ അളവുകോലായിട്ട് മാറുകയാണ്. എത്രമാത്രം ഈ ആത്മബന്ധത്തെ നാം ഹൃദയപൂർവ്വം ചേർത്ത് പിടിക്കുന്നു, അത്രമാത്രം ദൈവത്തിൻ്റെ അനുഗ്രഹം നമുക്ക് ലഭിക്കും എന്ന് ഈശോ ഓർമ്മിപ്പിക്കുകയാണ്. അന്ത്യവിധി നാളിൽ വാനമേഘങ്ങളിൽ ദൈവദൂതന്മാർ ഇറങ്ങി വന്ന് ദുഷ്ടരെയും ശിഷ്ടരെയും വേർതിരിച്ച് നിർത്തുന്ന നിമിഷത്തിൽ നന്മ ചെയ്തവർക്ക് നിത്യജീവനും തിന്മ ചെയ്തവർക്ക് നിത്യനാശവും അവിടുന്ന് വിധിക്കും. ഇവിടെ കോംപ്രമൈസിൻ്റെ ഒരു ഭാഷയില്ല, വിട്ടുവീഴ്ചയുടെ ഒരു ഭാഷയില്ല. ഒരു ക്രിസ്ത്യാനിയുടെ ജീവിതം എന്നും എപ്പോഴും ഈ നന്മയുടെ വഴികളിലൂടെ ആയിരിക്കണമെന്ന് ഈശോ ആഗ്രഹിക്കുന്നുണ്ട്. നന്മ ചെയ്യുവാൻ നിയോഗിക്കപ്പെട്ടവനാണ് ക്രിസ്ത്യാനി. അവൻ സൗകര്യപ്രദമായി നന്മയും തിന്മയും ഒക്കെ ചെയ്തിട്ട് ദൈവമേ എന്നോട് പൊറുക്കണമേ എന്നപേക്ഷിച്ച് അവൻ്റെ കരുണയ്ക്ക് വേണ്ടി യാചിച്ച് രക്ഷ പ്രാപിക്കുന്നത് ഒരുപക്ഷെ പരമകാരുണികനായ കരുണാദ്ര സ്നേഹം നമുക്ക് പങ്കുവെച്ച് തരുന്ന ദൈവം നമുക്ക് നൽകുന്ന ഒരു ഇളവോ ഒരു ആശ്വാസമോ ഒക്കെ ആകാം. പക്ഷേ അടിസ്ഥാനപരമായിട്ട് ദൈവം നമ്മിൽ നിന്ന് വിവക്ഷിക്കുന്നത്, ആഗ്രഹിക്കുന്നത് പുത്രനോട് പിതാവിനോട് ചേർന്നിരിക്കുക എന്നതാണ്. എന്താണ് ഒരു ക്രിസ്ത്യാനി ജീവിതത്തിൽ പുലർത്തേണ്ട ആത്മീയ ജീവിതത്തിൻ്റെ പാത എന്ന് പരിശുദ്ധ അമ്മ കാനായിലെ കല്യാണവേളയിൽ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അവൻ പറയുന്നത് പോലെ ചെയ്യുക. ക്രിസ്തുനാഥൻ തൻ്റെ പ്രബോധനങ്ങളിലൂടെ നമ്മെ പഠിപ്പിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ അനുശാസിക്കാൻ, ഉൾക്കൊള്ളുവാൻ നമ്മൾ ബാധ്യസ്ഥനാണ്. ഈ ലോക ജീവിതത്തിൽ നമ്മളായിരിക്കുമ്പോഴും ഇവിടെ നിന്ന് വേറിട്ട ഒരു ജീവിത ശൈലി നമുക്ക് സ്വീകരിച്ചേ പറ്റും. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നമ്മൾ ധ്യാനിച്ചതുപോലെ പാപവും തിന്മയുടെ ശക്തികളുമൊക്കെ ഈ ലോകത്തിൽ നിന്ന് ഉന്മൂലനം ചെയ്യപ്പെടുന്ന ഒരു സാധ്യതയെക്കുറിച്ച് ഈ ലോകത്തിലായിരിക്കുമ്പോൾ നീ ചിന്തിക്കേണ്ട കാര്യമില്ല. അന്ത്യവിധി നാൾ വരെ ഈ ദുഷ്ടനും പാപിയും ബലഹീനരും പ്രലോഭകരുമൊക്കെ ഈ ലോകത്ത് ഉണ്ടാവുക തന്നെ ചെയ്യും.
അവരുടെ മധ്യേ ആയിരിക്കുമ്പോഴും കടലിലെ മത്സ്യത്തെ പോലെ കടൽ വെള്ളത്തിലായിരിക്കുമ്പോഴും ലവലേശം ഉപ്പിൻ്റെ ലാഞ്ചനയില്ലാതെ ജീവിക്കാൻ അതിന് സാധിക്കുന്നത് പോലെ പാപമംഗലമായ ലോകത്തിൽ യേശുവിന് അനുരൂപപ്പെട്ട് ജീവിക്കുവാനാണ് ക്രിസ്ത്യാനിയുടെ നിയോഗം. ഞാൻ ജീവിച്ച സാഹചര്യങ്ങൾ, എനിക്ക് ചുറ്റുമുള്ള വ്യക്തികൾ എന്നെ പാപത്തിലേക്ക് തള്ളിവിട്ടു, പ്രലോഭനത്തിലേക്ക് തള്ളിവിട്ടു എന്നൊന്നും പറഞ്ഞ് ന്യായീകരിക്കാൻ നമുക്ക് അവകാശമില്ല എന്ന് ഈശോ നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും പാപഹേതു ആകുന്ന മനുഷ്യന് പ്രലോഭനത്തിന് വളം വെച്ചു കൊടുക്കുന്ന പ്രലോഭകരായിട്ട് തീരുന്നവരെ അവിടുന്ന് ശിക്ഷിക്കും. അത് വേറെ ഒരു തലവാണ്. അവൻ നിന്നെ പാപത്തിലേക്ക് തള്ളിവിട്ടു എന്നതുകൊണ്ട് നിനക്ക് പാപം ചെയ്യാമെന്നോ, പറുദീസായിൽ നിന്ന് ഇറങ്ങിപ്പോരുമ്പോൾ ദൈവം ഹവ്വയോട് ചോദിച്ചു, ആദത്തോട് ചോദിച്ചു, നീ എന്തിനാണ് ഞാൻ പറയുന്നത് അനുസരിക്കാതിരുന്നത്? അവൻ പറഞ്ഞു, നീ എനിക്ക് തന്ന സ്ത്രീയാണ് എന്നെ പാപത്തിലേക്ക് തള്ളിവിട്ടത്. അവള് പറഞ്ഞു, പിശാചാണ് എന്നെ തള്ളിവിട്ടത്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ പിശാചിനെ മാത്രം ശിക്ഷിച്ച് ദൈവം ഈ രംഗം അവസാനിപ്പിക്കുകയല്ല ചെയ്യുന്നത്. ആദത്തെയും ഹവ്വയെയുമാണ് അവിടുന്ന് പറുദീസായിൽ നിന്ന് പുറത്തുതള്ളുക. അധ്വാനിച്ച് ജീവിക്കുവാനും പ്രസവാരിഷ്ടതകളിലൂടെ കടന്നു പോകാനുമൊക്കെ ഉള്ള നിയോഗം അവർക്ക് കൊടുത്ത് അവിടുന്ന് പറുദീസയിൽ നിന്ന് അവരെ പുറത്താക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ഈ ലോക ജീവിതത്തിൽ ദൈവത്തോട് ചേർന്നിരിക്കുക എന്നതല്ലാതെ മറ്റൊരു പോംവഴി നമുക്കില്ല. മരണത്തിൻ്റെ അവസാന ശ്വാസത്തിൽ ദൈവത്തെ വിളിച്ചാൽ മതി എന്ന് ചിന്തിക്കുന്ന ചിലരെങ്കിലുമുണ്ട്. ചങ്ങമ്പുഴ പാടിയിട്ടുണ്ടല്ലോ, എന്തു വന്നാലും എനിക്ക് ആസ്വദിക്കണം മുന്തിരിച്ചാറ് പോലുള്ളൊരു ജീവിതം. നന്നേ ചെറുപ്പത്തിൽ സെമിനാരിയിൽ പഠിച്ചുകൊണ്ടിരുന്ന കാലത്ത് മദ്യപാനിയായ കുടുംബത്തിൽ അലോഹ്യവും കലഹവും ഉണ്ടാക്കുന്ന ഒരു ഭർത്താവിനെ കുറിച്ച് ഒരു സെമിനാരി വിദ്യാർത്ഥിയായിരുന്ന എന്നോട് നാട്ടിലെ ഒരു സഹോദരി പരാതി പറഞ്ഞു. എന്നിട്ട് പറഞ്ഞത് ഇത്രയേ ഉള്ളൂ, അച്ഛൻ വന്ന് ഉടുപ്പിട്ടതേ ഉള്ളൂ, ലോഹ ഇട്ടത് കൊണ്ട് അച്ഛനാണ് എന്നാണല്ലോ ജനം സാധാരണ ചിന്തിക്കുക. അച്ഛൻ വീട്ടിലൊന്ന് വരണം, എന്നിട്ട് കെട്ടിയവനോടൊന്ന് പറയണം. കിലോമീറ്ററുകൾ കുറേ യാത്ര ചെയ്യാനുണ്ടായിരുന്നു. നടന്ന് അവരുടെ വീട്ടിലെത്തി കാപ്പിയൊക്കെ കുടിച്ച് പോരാൻ തുടങ്ങുമ്പോൾ ഭർത്താവ് അദ്ദേഹത്തിൻ്റെ അടുക്കൽ ചെന്ന് കാര്യങ്ങൾ അവതരിപ്പിക്കാൻ വേണ്ടിയിട്ട് ആ സഹോദരി എന്നോട് കണ്ണു കാണിച്ച് ആവശ്യപ്പെട്ടു. അദ്ദേഹത്തെ അടുത്ത് വിളിച്ചിട്ട് അദ്ദേഹത്തോട് സൂചിപ്പിച്ചു, നമുക്ക് ഒരു മാറ്റമൊക്കെ നല്ലതല്ലേ? ജീവിതത്തിൽ കുറച്ചുകൂടെ ബോധ്യങ്ങളിലൂടെ ആത്മീയതയിലൂടെ കുടുംബ ബന്ധത്തിൻ്റെ പവിത്രതയൊക്കെ മനസ്സിലാക്കി ഭാര്യയും മക്കളുമൊക്കെ സ്നേഹിച്ചും ചേർത്ത് പിടിച്ചുമൊക്കെ മുന്നോട്ട് പോയിക്കൂടെ? നമ്മുടെ ജീവിതത്തെ ഒന്ന് ക്രമീകരിക്കാൻ വേണ്ടിയിട്ട് ഒരു ധ്യാനമൊക്കെ കൂടുന്നത് നല്ലതാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ അദ്ദേഹം പറഞ്ഞ വാക്ക് എന്നെ വല്ലാതെ അസ്വസ്ഥനാക്കി. അദ്ദേഹം പറഞ്ഞു, അച്ഛൻ എന്നെ ഈ പറയുന്നേ, ഞാനിപ്പോഴേ ബൈബിളും കഷത്തിൽ വെച്ച് ഹല്ലേലൂയായി പാടി നടക്കേണ്ട സമയമൊന്നുമായി. അതിനിനിയും സമയം ഒരുപാട് കിടപ്പുണ്ടോ? ഞാൻ എൻ്റെ ജീവിതം ഒന്ന് ആസ്വദിക്കട്ടെ. വലിയ ഉപകാരമൊന്നും ഉണ്ടായില്ല എൻ്റെ യാത്ര കൊണ്ട്. എങ്കിലും പിന്നീട് ആ മനുഷ്യനിലെ രൂപാന്തരവും ഭാവവ്യത്യാസമൊക്കെ ഉണ്ടായി. ദൈവത്തോട് ചേർന്ന് നിന്നു, കുടുംബത്തെ അന്വേഷിച്ചു എന്നൊക്കെ കേൾക്കാനിടയായി. അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്, മരണമെന്ന് പറയുന്ന വിനാഴിക അത് ഇങ്ങെത്തുവോളം കുഴിയിലോട്ട് കാല് നീട്ടിയിരിക്കുന്ന ആ സമയം വരെ ജീവിതം അങ്ങ് ആസ്വദിക്കുക, അടിച്ചു പൊളിച്ച് ജീവിക്കുക, അതിനപ്പുറത്ത് എന്ത് ജീവിതം വച്ചോ എന്ന് ചിന്തിക്കുന്ന, അങ്ങനെ
വിചാരിക്കുന്ന ഒരുപാട് പേര് നമുക്ക് ചുറ്റുമുണ്ട്. നമുക്ക് ചുറ്റും നടക്കുന്ന ഓരോ മരണങ്ങളും നമ്മളെ ഒരുപാട് കാര്യങ്ങൾ വിളിച്ച് പറയുന്നുണ്ട്. പക്ഷെ അതൊന്നും ഉൾക്കൊള്ളാൻ നമുക്ക് പലർക്കും സാധിക്കുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. നന്നേ ചെറുപ്പക്കാരനായിട്ടുള്ള ഒരാൾ മരിക്കുമ്പോഴും കുഞ്ഞുങ്ങളുടെ മരണത്തിന് കീഴടങ്ങുമ്പോഴും ഒക്കെ അവിടെ നിന്ന് വലിയ വായിൽ വർത്തമാനം പറയുകയാണ് കുടുംബാംഗങ്ങൾ ഒഴികെയുള്ള ബാക്കി എല്ലാവരും ചെയ്യുക, പലപ്പോഴും സെമിത്തേരിയിലും പരിസരത്തുമൊക്കെ. ഈ മരണം എന്ന് പറയുന്നത് എന്നെയും നിങ്ങളെയും ഒക്കെ കീഴടക്കാൻ പോരുന്ന ശക്തിയാണെന്നും ഒന്ന് ഒരുങ്ങി കടന്നു പോകാനുള്ള അവസരം പോലും ഒരുപക്ഷെ നമുക്ക് കിട്ടില്ല എന്നുമൊക്കെ തിരിച്ചറിഞ്ഞിട്ടും കുമ്പസാരക്കൂടുകളെ സ്നേഹിക്കാൻ, പാപത്തോട് വിട പറയാൻ ഇന്ന് നമ്മളേറെ പേർക്കും മടിയാണ്. കർത്താവ് നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് അവനോട് ചേർന്നിരിക്കലാണ്, അവൻ്റെ വഴിയെ നടക്കലാണ്, അമ്മ പറഞ്ഞതുപോലെ അവൻ പറയുന്നത് ചെയ്യലാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തെ ആത്മീയതയുടെ ഉന്നതികളിലേക്ക് നയിക്കാൻ, നന്മയുടെ മേഖലകളിലൂടെ യാത്ര ചെയ്യാൻ നമുക്ക് ഈ ലോകത്തിൻ്റെ കെട്ടുപാടുകളിൽ, ഈ ലോകത്തിൻ്റെ പ്രലോഭനങ്ങളിലും ബന്ധനങ്ങളിലും നമ്മെ ഉടക്കി കടന്നുപോയിക്കൂടാ. നമുക്ക് കരണീയമായിട്ടുള്ളത് ദൈവ വഴിയാണ്. അവൻ കാട്ടിത്തന്ന വഴിയിലൂടെ മുന്നോട്ട് പോകാൻ, തിന്മയുടെ ശക്തിക്ക് കീഴ്പ്പെടാതെ ജീവിക്കാൻ. നീ അഥവാ വീണുപോയാൽ കത്തോലിക്ക സഭയിലെ ഏറ്റവും വലിയ പുണ്യത്തിൻ്റെ മേഖലയാണല്ലോ നമ്മുടെ കുമ്പസാരക്കൂട്. അതിനൊന്ന് ചേർത്ത് പിടിക്കാൻ, കൂടെ കൂടെ കുമ്പസാരിച്ച് കുറവുകളും ബലഹീനതകളും ഒക്കെ ഏറ്റുപറഞ്ഞ് പാപത്തെ കീഴടക്കുവാൻ, പാപത്തെ അതിലംഘിക്കാൻ, അതിനു മുകളിൽ ജീവിക്കാനുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് ആഗ്രഹിക്കാം. കർത്താവേ, നീയും പിതാവും ഒന്നായിരിക്കുന്നത് പോലെ ആ സ്നേഹവലയത്തിൻ്റെ പുണ്യം മനസ്സിലാക്കി നിന്നോട് ചേർന്നിരിക്കാനും അതുവഴി പരിശുദ്ധ ത്രിത്വത്തിൻ്റെ വലിയ സ്നേഹക്കൂട്ടായ്മയുടെ നന്മ ഉൾക്കൊള്ളാനുമൊക്കെ ഞങ്ങളെ പഠിപ്പിക്കണമേ എന്ന് ഹൃദയപരമാർത്ഥതയോടെ നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. കർത്താവ് ശംസിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാരൂപിയുടെ സഹവാസവും നാം എല്ലാവരും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേ.